സൂപ്പർ നെറ്റ് കോട്ടയിൽ നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ് ആ ഒരു മൾട്ടി കളർ ത്രെഡ് എംബ്രോയിഡറിയിൽ വന്നിരിക്കുന്ന സാരിയാണ്. ജസ്റ്റ് ഒരു റീസ്റ്റോക്ക് അപ്ഡേഷൻ വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ലാസ്റ്റ് വീക്ക് ചെയ്തിരുന്നു ഈ ടൈപ്പ് സാരീസ്. റീസ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. 2 ഡിസൈനിലാണ് സാരി വന്നിരിക്കുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. നമ്മൾ എപ്പോഴും ഒരു ഹോളി കമ്മ്യൂണിന് ബാപ്റ്റിസത്തിനെല്ലാം വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു കളർ പാലറ്റിലുമാണ് സാരി വരുന്നത്. നമുക്ക് അമ്മമാർക്കും യങ്സ്റ്റേഴ്സിനും ഒരുപോലെ ഡ്രേപ്പ് ചെയ്യാവുന്ന നല്ല ബ്യൂട്ടിഫുൾ ഫാബ്രിക്കിലും നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലുമാണ് സാരി. ഇതിൽ വരുമ്പം ഒരു ഡയമണ്ട് പാറ്റേണിലാണ് ആ ഒരു മൾട്ടി കളർ ത്രെഡ് വന്നിട്ട് നല്ല ഒരു പേൾ ക്രീം ടോണിൽ തന്നെയുള്ള ത്രെഡ് വുവൻ സ്റ്റൈലിലാണ് ബോർഡർ രണ്ടും വരുന്നത്. അതിന് തന്നെ ആ ഒരു ഫ്ലോറൽ മോട്ടീവ്സിലായിരിക്കും ബോഡി വരുന്നത്. ഈ ഒരു പാറ്റേണിലാണ് ബോഡിയിലും ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. സോഫ്റ്റ് സൂപ്പർ നെറ്റ് കോട്ടയാണ് സാരിയുടെ മെറ്റീരിയൽ വരുന്നത്. ഇതായിരിക്കും സാരിയുടെ ബോർഡറിന്റെ ഡീറ്റെയിലിങ്. ഈ ഒരു പാറ്റേണിലാണ് ബോർഡറിൽ ആ ഒരു വർക്ക് വരിക. ആ ഒരു പേൾ ക്രീം ടോണിൽ തന്നെയുള്ള ഈ ഒരു എംബ്രോയിഡറി വർക്ക് വന്നിട്ട് സ്കാലപ്പിലായിരിക്കും എഡ്ജ് ഫിനിഷ് ചെയ്യുന്നത്. നല്ലൊരു ഡയമണ്ട് പാറ്റേണിലാണ് ആ ഒരു മൾട്ടി കളർ ത്രെഡിന്റെ എംബ്രോയിഡറി വർക്ക്. അതേ ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്കിൽ തന്നെയായിരിക്കും സാരിയുടെ ബോഡിയിലും ആ ഒരു മോട്ടീവ്സ് വരുന്നുണ്ട്. ഈ ഒരു മൾട്ടി കളർ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ബ്ലൗസിന്. ഇതിൽ ഏത് കളറിലെ ബ്ലൗസ്, മിക്കവാറും ഏതെങ്കിലും കളറിലെ ബ്ലൗസ് നമ്മുടെ കയ്യിൽ കാണും. നമുക്ക് അങ്ങനെയും ഡ്രേപ്പ് ചെയ്യാം. അതല്ല ഇതിന്റെ കൂടെ വരുന്നതും റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട്. സെയിം ടോണിൽ തന്നെ ഈ ഒരു സൂപ്പർ നെറ്റ് കോട്ടയിൽ തന്നെയായിരിക്കും ബ്ലൗസ് വരുന്നത്. മുന്താണി ബോഡിയെല്ലാം സെയിം പാറ്റേൺ തന്നെ. അതേ ആ ഒരു എംബ്രോയിഡറി വർക്ക് തന്നെയായിരിക്കും പല്ലുവിൽ വരുന്നത്. വിത്ത് ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ആയിരിക്കും. സെയിം ഫാബ്രിക് തന്നെ വന്നിരിക്കുന്നത്. കളർ പാലറ്റും സെയിം തന്നെ. അതേ പേൾ ക്രീമിൽ തന്നെ സൂപ്പർ നെറ്റ് കോട്ടൺ തന്നെ ഫാബ്രിക്. ആ ഒരു എംബ്രോയിഡറി വർക്കിന്റെ ആ ഒരു ഡീറ്റെയിലിംഗിൽ ചെറിയൊരു വേരിയേഷൻ വന്നിട്ടുണ്ട്. ഇത് മുൻപത്തെ സാരിയിൽ ഡയമണ്ട് പാറ്റേണിലായിരുന്നു ആ ഒരു എംബ്രോയിഡറി വർക്ക് വന്നു. ഇത് വരുമ്പോൾ നല്ലൊരു ട്രയാങ്കിൾ പാറ്റേണിലാണ് എംബ്രോയിഡറി വർക്ക് വരുന്നത്. ബാക്കി എല്ലാം സെയിം തന്നെ. വർക്കിന്റെ കോമ്പിനേഷനും എല്ലാം സെയിം പാറ്റേൺ തന്നെ. അതേ മൾട്ടി കളർ ത്രെഡിൽ ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്കിലായിരിക്കും സാരിയുടെ ബോഡി വരുന്നത്. ഈ ഒരു പാറ്റേണിലാണ് ആ ഒരു മോട്ടീവ്സ് വരുന്നത്. സോഫ്റ്റ് സൂപ്പർ നെറ്റ് കോട്ടയാണ് സാരിയുടെ മെറ്റീരിയൽ. ഈ സാരി ഇതിനു മുമ്പ് വാങ്ങിച്ചിട്ടുള്ളവർക്ക് അറിയാം, വളരെ ഈസി ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന നല്ല ബ്യൂട്ടിഫുൾ സാരീസ് ആണ്. ഇതായിരിക്കും ആ ഒരു വർക്ക് വരുന്നത്. സെയിം ടോണിൽ തന്നെയുള്ള വർക്ക് വന്നിട്ട് ട്രയാങ്കിൾ മോട്ടീവ്സ് ആയിരിക്കും വരുന്നത്. ആ ഒരു വർക്കാണ്. അപ്പറും ലോവറും മുന്താണി എല്ലാം സെയിം സ്റ്റൈലിൽ തന്നെയായിരിക്കും വരുന്നത്. വിത്ത് റണ്ണിങ് ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ആയിരിക്കും. സെയിം ഫാബ്രിക് തന്നെ, സൂപ്പർ നെറ്റ് കോട്ടൺ തന്നെ സാരിയുടെ ഫാബ്രിക് വരുന്നത്. നല്ലൊരു ഡിഫറെന്റ് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ഇതിലൊരു മൾട്ടി കളറിൽ നല്ലൊരു ഡിജിറ്റൽ പ്രിന്റ് വന്നിട്ട് അതിനെ ഹൈലൈറ്റ് ചെയ്യുന്നത് ആ ഒരു ത്രെഡ് വർക്ക് വെച്ചിട്ടാണ്. നല്ലൊരു ഓഫ് വൈറ്റ് ത്രെഡിന്റെ ആ ഒരു എംബ്രോയിഡറി വർക്കാണ് ബോഡി കംപ്ലീറ്റ് വരുന്നത്. ഇതായിരിക്കും ഇങ്ങോട്ട്. ഇതെല്ലാം വർക്കാണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. സാരിയുടെ ആ ഒരു ലുക്ക് ഇങ്ങനെ വരിക. പ്ലീറ്റ്സ് വരുമ്പോൾ ആ ഒരു ഹാഫ് പോർഷനിലായിരിക്കും ആ ഒരു വർക്ക് വന്നിട്ട് അപ്പൊ പോർഷൻ പ്ലെയിൻ ആയിരിക്കും. അത് കഴിഞ്ഞ് ചെസ്റ്റ് പോർഷനും മുന്താണി എല്ലാം ഫുൾ അതേ പാറ്റേണിൽ തന്നെ വരുന്നുണ്ട്. കളർ പറയുകയാണെങ്കിൽ ഒരു മൾട്ടി കളറിൽ നല്ലൊരു ഷാമ്പെയിൻ പിങ്ക് ആണ് സാരിയുടെ ഒരു ബേസ് വരുന്നത്. അതിൽ ഈ ഒരു സ്റ്റൈലിലായിരിക്കും ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. വർക്കിന്റെ കളർ ഓഫ് വൈറ്റിലാണ് ത്രെഡ് വർക്ക് വരുന്നത്. ഈ ഒരു പാറ്റേണിലാണ് ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു സ്റ്റൈലിലായിരിക്കും ഓരോ ഡിസൈൻസും ഹൈലൈറ്റ് ചെയ്യുന്നത് ഈ ഒരു പാറ്റേണിലുള്ള ത്രെഡ് വർക്ക് വെച്ചിട്ടാണ്. ഡിഫറെന്റ് കളേഴ്സ് വരുന്നുണ്ട്. പേസ്റ്റൽ യെല്ലോ, ഗ്രീൻ, പിങ്ക്, ഈ ഒരു ടോണിലായിരിക്കും ആ ഒരു വർക്ക് വരുന്നത് കംപ്ലീറ്റ്. അതിൽ ഈ ഒരു ഫ്ലോറൽ മോട്ടീവ്സും വരുന്നുണ്ടാവും ബോഡി കംപ്ലീറ്റ് ആയിട്ട്. ബോർഡർ വരുന്നത് സിമ്പിൾ ബോർഡർ, ഒരു 1/4 ഇഞ്ച് 4 ഇഞ്ചിലുള്ള ബോർഡർ ആയിരിക്കും സാരിക്ക് വരുന്നത്. ഫുൾ ബോഡി ഇതേ വർക്കിൽ തന്നെയായിരിക്കും വരുന്നത് കേട്ടോ. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. സൂപ്പർ നെറ്റ് കോട്ടയാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. നമ്മൾ ഡ്രേപ്പ് ചെയ്യുമ്പോൾ നല്ലൊരു ലുക്ക് ആയിരിക്കും. ഇതിന്റെ മൾട്ടി കളർ വന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലൗസ് ഡ്രേപ്പ് ചെയ്യാം. ഗ്രീൻ നല്ലൊരു ഓപ്ഷനാണ്. പീച്ച് ഉണ്ട്, ബ്ലൂ ഉണ്ട്, പിങ്ക് ഉണ്ട്. ഇത്രയും കളേഴ്സിലാണ് ആ ഒരു വർക്ക് വരുന്നത് സാരിയിൽ. മുന്താണി ആ ഒരു ഗീച്ച വുമൺ സ്റ്റൈലുള്ള ഷോർട്ട് പല്ലുവാണ് സാരിക്ക് വരുന്നത്. വിത്ത് റണ്ണിങ് ബ്ലൗസ്. ആ ഒരു ബേസ് കളറിൽ തന്നെയായിരിക്കും പ്ലെയിൻ ബ്ലൗസ് വരുന്നത്. സെയിം അതേ വർക്ക് തന്നെ വന്നിരിക്കുന്നത്. ഫുൾ ത്രെഡ് എംബ്രോയിഡറിയിലാണ് ബോഡി കംപ്ലീറ്റ് വരുന്നത്. ഇതിന്റെ ആ ഒരു ബേസ് കളർ പറയുകയാണെങ്കിൽ നല്ലൊരു പെയിൽ ഗ്രീൻ ആണ് സാരിയുടെ ടോൺ വന്നിരിക്കുന്നത്. ഒരു മിൻ ഗ്രീൻ, അതാണ് സാരിയുടെ ആ ഒരു ബേസ് വരുന്നത്. അതിൽ ഈ ഒരു സ്റ്റൈലാണ് ഫുൾ ബോഡി സെയിം പാറ്റേണിൽ തന്നെയുള്ള ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്കാണ് വരുന്നത്. ആ ഒരു 1/4 ഇഞ്ചിലുള്ള ബോർഡർ വരുന്നുണ്ട്, സിമ്പിൾ ബോർഡർ. പല്ലു സെയിം പാറ്റേൺ. ഷോർട്ട് മുന്താണിയാണ് സാരിക്ക് വരുന്നത്. ആ ഒരു മിൻ ഗ്രീനിൽ തന്നെയായിരിക്കും റണ്ണിങ് ബ്ലൗസും വരുന്നത്. അടുത്ത കളർ നല്ലൊരു പൗഡർ ബ്ലൂ ആണ് സാരിയുടെ ടോൺ വന്നിരിക്കുന്നത്. ഈ ഒരു ഫാബ്രിക്കിന് ഈ ഒരു റിച്ച് ലുക്ക് തരാൻ കാരണം ഇതിലൊരു ടിഷ്യൂ യാൺസ് കൂടി വന്നിട്ടുണ്ട്. സൂപ്പർ നെറ്റ് കോട്ടയും ടിഷ്യൂവും കൂടി ബ്ലെൻഡഡ് ആണ് സാരിയുടെ ആ ഒരു ഫാബ്രിക് വരുന്നത്. സെയിം സ്റ്റൈൽ അതേ പാറ്റേണിലാണ് ആ ഒരു ഫുൾ ബോഡിയിലും ആ ഒരു എംബ്രോയിഡറി വർക്ക് തന്നെ വരുന്നത് സാരിക്ക്. ഇതായിരിക്കും ആ ഒരു ക്ലോസർ ലുക്ക്. സെയിം പാറ്റേൺ തന്നെയാണ് കേട്ടോ. ഡിസൈൻ മാറുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. അതേ ആ ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വന്നിട്ട് ഈ ഒരു പാറ്റേണിലാണ് ആ ഒരു ത്രെഡ് വർക്ക് എംബ്രോയിഡറി വരുന്നത് ഓരോ ഡിസൈനിലും. ഫുൾ ബോഡി സെയിം പാറ്റേൺ, ഷോർട്ട് പല്ലു,
ബ്ലൗസ് ആ ഒരു പൗഡർ ബ്ലൂ ടോണിൽ തന്നെയായിരിക്കും വിത്ത് ബ്ലൗസ് വരുന്നത്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വന്നിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ സാരീസ് ആണ് ഇതെല്ലാം തന്നെ കേട്ടോ. ഇതിൽ ഈ ഒരു കളർ പറയുകയാണെങ്കിൽ പേസ്റ്റൽ പീച്ച് ആണ് സാരി വന്നിരിക്കുന്നത്. ആ ഒരു വർക്കും പാറ്റേൺ എല്ലാം സെയിം തന്നെ, ഇതേ സ്റ്റൈലിൽ തന്നെ ആയിരിക്കും. ബോഡി കംപ്ലീറ്റ് ആ ഒരു ത്രെഡ് വർക്കിലാണ് ഫുൾ ബോഡി വന്നിട്ട്. ഷോർട്ട് പല്ലു, ബ്ലൗസ് വരുന്നതും ആ ഒരു പേസ്റ്റൽ പീച്ചിൽ തന്നെയായിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്. അടുത്ത കളർ പേസ്റ്റൽ ഒരു യെല്ലോ ആണ്, ഒരു ടിൻറ്റഡ് യെല്ലോ, ചിക്കുവും യെല്ലോയും കൂടി ബ്ലെൻഡഡ് ആണ് സാരിയുടെ ഒരു ബേസ് വരുന്നത്. അതിലും സെയിം സ്റ്റൈൽ ഫുൾ ബോഡി സെയിം പാറ്റേണിൽ തന്നെയാണ് ആ ഒരു ത്രെഡ് വർക്ക് വരുന്നത്. ഇത് ഷോർട്ട് ബോർഡർ, മുന്താണി വരുന്നതും അതേ ഒരു പാറ്റേണിൽ തന്നെ ഈ ഒരു സ്റ്റൈലായിരിക്കും സാരിയുടെ മുന്താണി വന്നിട്ട്. പ്ലെയിൻ ബ്ലൗസ്. അടുത്ത സാരി വീണ്ടും ആ ഒരു പേസ്റ്റൽ സോഫ്റ്റ് പിങ്ക് തന്നെയാണ് സാരിയുടെ ഒരു ബേസ് വരുന്നത്. ഡിസൈൻ മാറിയിട്ടുണ്ട്, ആ ഒരു ഫ്ലോറൽ ഡിസൈൻസിന്റെയും എംബ്രോയിഡറി വർക്കിന്റെയും പാറ്റേൺ മാറിയിട്ടുണ്ട്. ഫാബ്രിക്കും സെയിം തന്നെ, ആ ഒരു ടിഷ്യൂം സൂപ്പർനെറ്റ് കോട്ടയും കൂടി ബ്ലെൻഡഡ് ആണ് സാരിയുടെ മെറ്റീരിയൽ വരുന്നത്. ഇതിന്റെ ആ ഒരു ഫ്ലോറൽ ഡിസൈൻസിന്റെയും എംബ്രോയിഡറി വർക്കിന്റെയും പാറ്റേൺ പറയുകയാണെങ്കിൽ ഈ ഒരു സ്റ്റൈലിലായിരിക്കും, ഫുൾ ത്രെഡ് എംബ്രോയിഡറിയിലായിരിക്കും വരുന്നത്. ഈ ഒരു പാറ്റേണിലാണ് ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരിക. ബോർഡർ വരുമ്പോൾ ഈ ഒരു പാറ്റേണിൽ ഒരു ബ്രഷ് സ്ട്രോക്ക് പാറ്റേണിലുള്ള മൾട്ടി കളറിലായിരിക്കും സാരിക്ക് ബോർഡർ വരുന്നത്. അപ്പുറം ലോവർ വരുന്നത് ഈ ഒരു പാറ്റേൺ വന്നിട്ട് ബോഡി കംപ്ലീറ്റ് ഈ ഒരു സ്റ്റൈലിലായിരിക്കും ത്രെഡ് എംബ്രോയിഡറി വരുന്നുണ്ട്. മുന്താണി ഈ ഒരു സ്റ്റൈലിലായിരിക്കും സാരിയുടെ പല്ലു. ബ്ലൗസ് വരുന്നതും അതേ ടോണിൽ തന്നെ വിത്ത് ബോർഡർ ആണ് റണ്ണിങ് ബ്ലൗസ്. സെയിം അതേ വർക്ക് തന്നെ വരുന്നത്. ഇത് വീണ്ടും അതേ ഒരു മിൻ ഗ്രീൻ ആണ്, പേസ്റ്റൽ ഗ്രീൻ ആണ് സാരിയുടെ കളർ വന്നിരിക്കുന്നത്. വർക്ക് എല്ലാം സെയിം സ്റ്റൈലിൽ തന്നെ കേട്ടോ, ഫുൾ അത് സെയിം പാറ്റേൺ. പല്ലു, ബ്ലൗസ്. വീണ്ടും സെയിം ഫാബ്രിക്, സൂപ്പർനെറ്റ് കോട്ട ബ്ലെൻഡഡ് ടിഷ്യൂ തന്നെയാണ് സാരിയുടെ ഫാബ്രിക് വന്നിരിക്കുന്നത്. ഇതിന്റെ ആ ഒരു കളർ പാലറ്റ് പറയുകയാണെങ്കിൽ പേസ്റ്റൽ പീച്ച് ആണ് സാരിയുടെ ഷെയ്ഡ് വന്നിരിക്കുന്നത്. സെയിം സ്റ്റൈൽ എംബ്രോയിഡറി വർക്ക് ആണ് ഫുൾ ബോഡി വന്നിരിക്കുന്നത് വിത്ത് റണ്ണിങ് പല്ലു ആൻഡ് പ്ലെയിൻ ബ്ലൗസ്. സെയിം വർക്ക് ആൻഡ് സെയിം ഫാബ്രിക്. ആ ഒരു കളർ പാലറ്റ് മാറിയിട്ടുണ്ട്. ഇത് വരുന്ന ഒരു ഐവറി ബ്ലെൻഡഡ് ചിക്കു ആണ് സാരിയുടെ ടോൺ വന്നിരിക്കുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെ ആയിരിക്കും ഫുൾ ബോഡി അതേ പാറ്റേണിൽ തന്നെയുള്ള എംബ്രോയിഡറി വർക്ക്, ഡബിൾ സൈഡ് ബോർഡർ, പല്ലു, പ്ലെയിൻ ബ്ലൗസ്. ലാസ്റ്റ് സാരിയാണ്. ഇതിന്റെ ആ ഒരു ഡിസൈൻ മാറിയിട്ടുണ്ട്. ഇത് വരുമ്പോൾ ഈ ഒരു ബ്ലോക്ക് ഡിസൈൻസിലാണ് ബോഡി കംപ്ലീറ്റ് വന്നിട്ട് എംബ്രോയിഡറി വർക്കിൽ തന്നെ ആയിരിക്കും വരുന്നത്. ഒരു പേസ്റ്റൽ യെല്ലോ ബ്ലെൻഡഡ് പീച്ച് ആണ് സാരിയുടെ ആ ഒരു ബേസ് വരുന്നത്. അത് ഈ ഒരു സ്റ്റൈലിലായിരിക്കും ആ ഒരു ത്രെഡ് എംബ്രോയിഡറി വരുന്നത് വിത്ത് ബോർഡർ. സിമ്പിൾ ബോർഡർ തന്നെയാണ് വരുന്നത് സാരിക്ക്. ബോഡി കംപ്ലീറ്റ് ഈ ഒരു സ്റ്റൈലിൽ വരും. മുന്താണി ഇതാണ് സാരിയുടെ പല്ലു വരുന്നത്, ഈ ഒരു പാറ്റേണിലാണ്. പ്ലെയിൻ ബ്ലൗസ്.